കോഴിക്കോട് മുക്കുമണ്ഡം പണയം വെച്ച് 1.5 ലക്ഷം രൂപ തട്ടിയെടുത്തു. താമരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചുങ്കം ബ്രാഞ്ചിൽ നിന്നാണ് പണം തട്ടിയത്. തച്ചമ്പോയിൽ സ്വദേശി അബ്ദുൾ മുനീറാണ് തട്ടിപ്പ് നടത്തിയത്. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഷാഹിദ്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്? എപ്പോഴാണ് പണയം വെച്ചയാൾ ഈ പണം തട്ടിയത്? മാധോ, ഈ തട്ടിപ്പ് നടത്തിയ ഈ തട്ടിപ്പ് വീരൻ അത്ര ചില്ലറക്കാരനല്ല. 2 ബാങ്കുകളിൽ നിന്നായി ഏകദേശം 16,33,000 രൂപയാണ് തട്ടിയെടുത്തിട്ടുള്ളത്. അതിൽ ഒരു ബാങ്കിൽ നിന്നുമാണ് ഈ 10 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുള്ളത്. അതായത് പല തവണകളായി ഇയാൾ ഈ ബാങ്കിൽ സ്വർണം പണയം വെക്കാൻ വരികയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണത്തിൽ, അതായത് ഈ മുക്കുമണ്ഡമാണ്, വ്യാജ സ്വർണ്ണമാണ്. എന്നിട്ടും അതിന്റെ മുകളിൽ ഈ 916 ഹോൾമാർക്ക് ഒക്കെ എഴുതി ചേർത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഉരുക്കി ചേർത്താണ് അദ്ദേഹം ഇത് വിൽക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്കിന് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലായിട്ട് ഇയാൾക്ക് പണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലാണ് ബാങ്കിന്റെ പരിശോധനയിൽ ഇത് മുക്കുമണ്ഡമാണെന്ന് കണ്ടെത്തിയത്. അങ്ങനെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഇയാൾ വീണ്ടും ബാങ്കിൽ പണയം വെക്കാനായിട്ട് വന്നു. ആ ഘട്ടത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ, ബാങ്കിലെ ജീവനക്കാർ ഇയാളെ അവിടെ പല തന്ത്രങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുകയും ഏറ്റവും ഒടുവിൽ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ ഇയാളെ പിടികൂടി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 ബാങ്കുകളിലായി ഏകദേശം 16 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ഒരു ബാങ്കിൽ മാത്രമാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, അല്ല മറ്റേതെങ്കിലും ബാങ്കുകളിൽ ഇയാൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. 1.5 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്, അത് മുക്കുമണ്ഡം പണയം വെച്ച്.